വന്ദേ ഭാരതിന്റെ വേഗതയെപ്പോലും മറികടന്നാണ് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നും ലോക്നേനി യാശ്വാന്റെ വൃക്കകളുമായി കോഴിക്കോട്ടെ ഇക്ര ആശുപത്രിയിലേക്ക് ആംബുലൻസ് പാഞ്ഞെത്തിയത്. 5.5 മണിക്കൂർ കൊണ്ട് കോഴിക്കോട്ടേക്ക് യാശ്വാന്റെ അവയവുമായി എത്തിയ തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ വിനോദിനെ മെഡിക്കൽ സംഘം ഒന്നടങ്കം അഭിനന്ദിച്ചു. വർഷങ്ങളായി പല ജീവനുകൾക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന വിനോദിന് ഇത് തന്റെ ജോലി മാത്രമെന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് എമർജൻസികൾ ഇതുപോലെ നേരത്തെ ഓടിയിട്ടുണ്ട്. അവയവദാനം ഇത് കൊണ്ടുപോകുന്ന ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. വഴിയിൽ പോലീസ് ഉണ്ടായിരുന്നു ക്ലിയർ ചെയ്യാനായിട്ട്. പോലീസിൻ്റെ പൈലറ്റ് എസ്കോർട്ട് ഉണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. അവർ നല്ല അവിടെ നിന്ന് 11:30 കൂടി അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ 5 മണിയോട് ഇവിടെ എത്തി. 4 വർഷമായി വൃക്ക രോഗത്തിൽ വലയുന്ന കണ്ണൂർ സ്വദേശിക്കാണ് യാശ്വാന്റെ വൃക്ക മാറ്റിവെക്കുക. ഇതിനുള്ള സജ്ജീകരണം പൂർത്തിയായതായി ഡോക്ടർമാർ അറിയിച്ചു. കിഡ്നി എത്തുന്നതോടുകൂടി സർജറി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തിട്ടുണ്ട്. കുറച്ച് 4-5 വർഷമായിട്ട് ചികിത്സയിലാണ്. 4-5 വർഷമായി ഡയാലിസുമായി ചികിത്സിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഈ ചികിത്സ പൂർത്തിയാവുന്നത് അവനെ സ്വന്തം ജീവിതത്തിൽ തിരിച്ചു ഡയാലിസിസ് നിർത്താനൊക്കെ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 26-ന് തമിഴ്നാട് തിരുനെൽവേലിയിൽ സൈക്കിളിൽ ആംബുലൻസ് ഇടിച്ചാണ് 7 വയസ്സുകാരൻ യാശ്വാൻ മരണപ്പെട്ടത്. തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്.